അറിയാതിരുന്ന ചില വസ്തുതകൾ മറനീക്കി പുറത്തു വന്നത് ആണ്ടായിരുന്ന നിക്കോളാസ് മധുറോവിനെ അമേരിക്കൻ സൈന്യം ആകെ 20 പട്ടാളക്കാരെയാണ് ഈ ഓപ്പറേഷനിൽ അമേരിക്ക ഉപയോഗപ്പെടുത്തിയത്. താല്പര്യങ്ങൾക്ക് എതിരെ നിൽക്കുന്ന ഒരു രാജ്യമാണ് യഥാർത്ഥത്തിൽ ഇറാൻ. ഞാൻ ഈ അഭിപ്രായമുണ്ട്. ഏതായാലും 10,000-ലേറെ ആളുകൾ ഈ വിപ്ലവത്തിലും പ്രതിഷേധങ്ങളിലും അടിച്ചമർത്തലുകളുമായി കൊല ചെയ്യപ്പെടുന്നുണ്ട്. ഉദാഹരണം സൗദി അറേബ്യ, UAE, അവിടെ ഭൂരിപക്ഷ ഷിയ രാജ്യമാണ് ഇറാൻ, ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട. അത് നിലവിൽ അവസാനത്തെ ഉദാഹരണമാണ് ഇറാൻ. അമേരിക്കയുടെ ചരിത്രത്തിൽ 400-ലേറെ തവണ മറ്റു രാജ്യങ്ങളെ അട്ടിമറിക്കാൻ പാട്രിസ് മുംബൈയുടെ ബോഡി എവിടെ അടക്കം ചെയ്തതില്ല. നാളത്തെ പ്രഭാതത്തിൽ അമേരിക്ക പിടിച്ചു കൊണ്ടുപോയേക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 കൊല്ലം മുമ്പ് പലസ്തീൻ പ്രശ്നവും പരിഹരിക്കപ്പെട്ടേക്കാം. അമേരിക്കൻ താല്പര്യങ്ങൾക്ക് അത് ഇമാം മഹ്ദി വരുന്നത് വരെയും അങ്ങനെയായിരിക്കും. അതേപോലെ തന്നെ സംഘടനാധികാരികളും നേതാക്കളും പണ്ഡിതന്മാരും ആത്മീയ. ഇന്ന് ജനുവരി 14 ബുധൻ. ഈ 2026 ജനുവരി തുടക്കം മുതൽ ഈ 2 ആഴ്ചക്കുള്ളിൽ നടന്നിട്ടുള്ള ഏത് സമയവും നേരത്തെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന ഒരു കാര്യം, അതും പ്രത്യേകിച്ച് ഒരു വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നടന്നതും അതിൻ്റെ പ്രത്യാഘാതങ്ങളും ലോകത്ത് വരാൻ പോകുന്ന ചില മാറ്റങ്ങളും, അല്ലെങ്കിൽ മനുഷ്യരാശി അറിയാതിരുന്ന ചില വസ്തുതകൾ മറനീക്കി പുറത്തു വന്നത് ആർക്കും ബോധ്യപ്പെടാവുന്ന ചില യാഥാർത്ഥ്യങ്ങളും, ഇതൊക്കെയാണ് ഈ സംസാരത്തിൽ നാം ചർച്ച ചെയ്യുന്നത്. കാര്യങ്ങളുടെ പ്രത്യക്ഷമായ ഒരു തുടക്കം ഇങ്ങനെ വേണമെങ്കിൽ പറയാം. ഈ കഴിഞ്ഞ 8-10 ദിവസങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ ജനുവരി 3 പ്രാദേശിക സമയം 4:30 പുലർച്ചെ 4:30 വെനീസ്വലയുടെ പ്രസിഡന്റായിരുന്ന നിക്കോളാസ് മധുറോവിനെ അമേരിക്കൻ സൈന്യം വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നടന്ന ഒരു ഓപ്പറേഷനിലൂടെ പിടിച്ച് ബന്ദിയാക്കി അദ്ദേഹത്തെ അമേരിക്കയിലേക്ക് കൊണ്ടുപോയി. ഒരു രാജ്യത്തിൻ്റെ പരമാധികാരിയായ പ്രസിഡന്റിനെ രക്ഷിക്കാൻ ആ രാജ്യത്തെ പട്ടാളത്തിനോ സൈനിക സന്നാഹങ്ങൾക്കോ മറ്റുള്ള സാങ്കേതിക സൗകര്യങ്ങൾക്കോ കഴിഞ്ഞില്ല. അദ്ദേഹത്തെ അമേരിക്കയിൽ കൊണ്ടുപോയി. ഇപ്പോൾ അമേരിക്കയിൽ അദ്ദേഹം ബന്ധനസ്ഥനാണ്. അമേരിക്ക ഇതിന് പറഞ്ഞ ഒരു പ്രത്യക്ഷ ന്യായം എന്നത് നിക്കോളാസ് മധുറോ മയക്കുമരുന്ന് കടത്തിയിരുന്ന ഒരാളാണ്, അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് കടത്തുന്ന ഒരാളാണ് എന്നാണ്. സത്യത്തിൽ ഒരിക്കലും ഇത് ശരിയല്ല. അതാർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്. അപ്പൊ എന്താണ് ഇതിന്റെ പിന്നിലുള്ള അടിസ്ഥാന കാര്യം എന്നാൽ, പിറ്റേന്ന് രാവിലെ, അതായത് 2026 ജനുവരി 3 പുലർച്ചെ 4:30 മണിക്ക് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിന് ശേഷം നടന്ന പത്രസമ്മേളനത്തിൽ അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്, ഇനി വെനീസ്വലയുടെ എണ്ണശേഖരങ്ങളെല്ലാം അമേരിക്കൻ കമ്പനികൾ നേരിട്ടാണ് നിയന്ത്രിക്കുക എന്നതാണ്. അപ്പൊ കാര്യം എല്ലാവർക്കും പിടികിട്ടി. സത്യത്തിൽ ഇത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള പെട്രോളിയം വാർസിന്റെ ഒരു ഭാഗം തന്നെയാണ്. ഇതൊരു കേവലം ഒരു വാറല്ല, പകരം ഒരു രാജ്യത്തിലേക്ക് അതിക്രമിച്ച് കടന്നു കയറി ആ രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെട്ട് ആ രാജ്യത്തിൻ്റെ പരമാധികാരിയായി നിലകൊള്ളുന്ന ഒരു രാഷ്ട്ര നേതാവിനെ, ഒരു ഭരണാധികാരിയെ യാതൊരു തത്വദീക്ഷയുമില്ലാത്ത, ഒരു നീതീകരണവുമില്ലാത്ത നിലയിൽ അമേരിക്ക ബന്ധനസ്ഥനാക്കുകയും ആ രാജ്യത്തിൻ്റെ സംവിധാനം, വെനീസ്വലയെ നമുക്കറിയാം, ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള രാജ്യമാണ് വെനീസ്വല. 2ാം സ്ഥാനത്ത് സൗദി അറേബ്യയും 3ാം സ്ഥാനത്ത് ഇറാനുമാണ്. അപ്പൊ നമ്മളിവിടെ ഗൗരവമായി ചിന്തിക്കേണ്ടത് എന്താണ് ഇതിന്റെ പിന്നിലുള്ള താല്പര്യം മറ്റൊന്നുമല്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായ ഒരു കമ്മ്യൂണിറ്റി, ഇന്ന് ആധുനിക ലോകം ചലിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധാതു വസ്തു എന്നാൽ അടിസ്ഥാനപരമായത് പെട്രോളാണ്. ലോകത്തെ എല്ലാവിധ മാറ്റങ്ങൾക്കും എല്ലാവിധ കച്ചവടങ്ങൾക്കും എല്ലാവിധ വികസനങ്ങൾക്കും എല്ലാത്തിനും ഹേതുവായ ലോകത്തിൻ്റെ അടിസ്ഥാന സമ്പത്ത്, അല്ലെങ്കിൽ ലോകത്തെ അടിസ്ഥാന ആധുനിക മനുഷ്യൻ്റെ അടിസ്ഥാന സ്വർണം എന്ന് പറയാവുന്നത് തികച്ചും അത് പെട്രോളാണ്. ഇത് നേരത്തെ യൂപ്രട്ടീസിലെ സ്വർണ്ണമലകൾ എന്ന പുസ്തകത്തിൽ ഞാൻ വിശദീകരിച്ചിട്ടുള്ള പരമാർത്ഥവും ആ പുസ്തകം പരിശോധിക്കുന്ന ആർക്കും തിരിച്ചറിയാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യവുമാണ്. അപ്പൊ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ നിക്ഷേപം ഇനി ഒരാൾക്കും അധികാരമില്ലാത്ത വിധത്തിൽ അമേരിക്ക അത് സ്വന്തമാക്കി എന്നതാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ജനുവരി 3 പുലർച്ചെ 4:30 മണിക്ക് സംഭവിച്ചിരിക്കുന്നത്. ചൈനയുടെ പ്രതിനിധികൾ തൊട്ട് തലേ ദിവസം, അതായത് ജനുവരി 2-ാം തീയതി ചൈനയുടെ പ്രതിനിധികൾ നേരിട്ട്
കണ്ടിട്ടുണ്ട്. എന്ന് മാത്രമല്ല, കഴിഞ്ഞ വർഷങ്ങളായി അനവധി വർഷങ്ങളായി ചൈനയുമായും റഷ്യയുമായും വളരെ നല്ല ബന്ധത്തിൽ നിലനിൽക്കുന്ന രാജ്യമാണ് വെനിസ്വല. എന്ന് മാത്രമല്ല നിക്കോളാസ് മധുറോ, എന്ന് മാത്രമല്ല ഈ കഴിഞ്ഞ ചില്ലറ മാസങ്ങൾക്ക് മുമ്പ് റഷ്യയിൽ അദ്ദേഹം തൻ്റെ റഷ്യ സന്ദർശിക്കുകയും റഷ്യൻ ഭരണകൂടവുമായുള്ള അവരുടെ ബന്ധത്തെ വീണ്ടും പുതുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, ഈ ഒരു സംഗതി നടന്നിട്ട് ആ സംഗതിയെക്കെതിരെ ഒരു അപലപനം നടത്തി എന്നതിനല്ലാതെ എന്തെങ്കിലും ഒരു ചെറുവിരൽ അനക്കാൻ പോലും റഷ്യക്കും ചൈനക്കും നിലവിൽ കഴിഞ്ഞില്ല എന്നതാണ്. ഈ ഒരു ഓപ്പറേഷൻ ചൈനയുടെ സാറ്റലൈറ്റിൽ പതിഞ്ഞതേയില്ല, റഷ്യയുടെയും. ലോകത്തെ ഏറ്റവും വലിയ അഡ്വാൻസ്ഡ് ടെക്നോളജി എന്ന് പറയുന്നത് ചൈനയുടേതാണ്. ചൈന ലോകത്തെ മുഴുവനും പിന്നിലാക്കുകയാണ്. അമേരിക്കയൊക്കെ ചൈനയുടെ മുന്നിൽ ഇപ്പോൾ ഒന്നുമല്ല. അമേരിക്കയൊന്നും ഇപ്പോൾ ചൈനയുടെ മുന്നിൽ ഒന്നുമല്ല. റഷ്യക്ക് അമേരിക്ക ഒന്നുമല്ല എന്നൊക്കെ പറയുന്ന നമ്മൾ, എന്നല്ല ചൈനയുടെ മഹത്വം, ചൈനയുടെ ടെക്നോളജി, അഡ്വാൻസ് ടെക്നോളജിയെ കുറിച്ച് എപ്പോഴും ലോകത്തെ സാമൂഹിക നിരീക്ഷകരെല്ലാം ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴും കേവലം അരമണിക്കൂർ കൊണ്ട് അമേരിക്ക പുഷ്പം പോലെ നടത്തിയ ഈ ഒരു ഓപ്പറേഷൻ റഷ്യയുടെയും ചൈനയുടെയും സാറ്റലൈറ്റുകളിൽ പതിഞ്ഞില്ല എന്നത് അമേരിക്ക ഇപ്പോഴും അമേരിക്ക തന്നെയാണ് എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്, ഏറ്റവും വലിയ തെളിവാണ്. കേവലം 20 പട്ടാളക്കാർ മാത്രമാണ് ഈ ഓപ്പറേഷനിൽ അമേരിക്കക്കാരായ പട്ടാളക്കാരായി പങ്കെടുത്തത്. ആകെ 20 പട്ടാളക്കാരെയാണ് ഈ ഓപ്പറേഷനിൽ അമേരിക്ക ഉപയോഗപ്പെടുത്തിയത്. അതേസമയത്ത് വെനിസ്വേലയുടെ 100 കണക്കിന് പട്ടാളക്കാരെ അവർ കൊലപ്പെടുത്തുകയും ചെയ്തു. ഒരു കൃത്യമായ ഡാറ്റ ലഭ്യമല്ലാത്തത് കൊണ്ടാണ് 300 എന്ന അഭിപ്രായമുണ്ട്, അതിനേക്കാൾ കൂടുതലാണെന്ന അഭിപ്രായമുണ്ട്. ഏതായാലും 100 കണക്കിന് വെനിസ്വേലയുടെ പട്ടാളക്കാരെ നിഷ്കരുണം ഈ അമേരിക്ക കൊലപ്പെടുത്തി. ആകെ അമേരിക്കക്ക് ഇതിന് ചെലവായത് 20 പട്ടാളക്കാർ. അതിൽ ഒരാൾക്കും ഒന്നും സംഭവിക്കുകയും ചെയ്തില്ല. അപ്പൊ ഇവിടെ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അമേരിക്കയുടെ ശക്തിയിൽ ഇന്നും ലോകത്തെ ആരെയും വെല്ലാൻ കഴിയുന്ന ഒരു രാഷ്ട്രമാണ് എന്ന് തന്നെയാണ്. അമേരിക്കയെ തകർക്കാൻ ആർക്കും ഇപ്പോഴും കഴിയില്ല. അമേരിക്ക ഒരു നിലക്ക് ക്ഷീണിക്കുന്നതായി കാണിക്കുമ്പോൾ പോലും അമേരിക്കയുടെ മേൽക്കോയ്മ, അമേരിക്കയുടെ പവർ, അമേരിക്കയുടെ ശക്തി, ആ ശക്തിയെ വെല്ലാൻ ലോകത്ത് ഒരു ശക്തിക്കും നിലവിലും സാധ്യമല്ല എന്നത് ഇതിൽ ഒന്നാമതായി നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരമാർത്ഥമാണ്. ഇപ്പൊ ഇത് മാത്രമല്ല അമേരിക്ക പറയുന്നത് കാനഡ അമേരിക്കയുടെ അടുത്ത സ്റ്റേറ്റാക്കി മാറ്റും എന്നാണ്. മാത്രമല്ല ഗ്രീൻലാൻഡ് അമേരിക്കയുടേതാക്കുമെന്നാണ്. കേവലം വെനിസ്വേല മാത്രമല്ല, ഇവിടെ വളരെ ഗൗരവമായി നമ്മൾ പഠിച്ചാൽ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കും. ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ധാതു നിക്ഷേപമുള്ള, പെട്രോൾ സമ്പത്തുള്ള നിക്ഷേപമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമാകുന്ന വെനിസ്വേലയെ അമേരിക്കയുടേതാക്കി. രണ്ടാമതായി പ്രധാനപ്പെട്ട എണ്ണ നിക്ഷേപമുള്ള രാജ്യം എന്നത് സൗദി അറേബ്യയാണ്. സൗദി അറേബ്യ എക്കാലത്തും അമേരിക്കയുടെ പരിധിക്കുള്ളിൽ മാത്രമാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട രാജ്യം ഇറാനാണ്. ഇറാന്റെ ഭാഗത്തേക്ക് നമുക്ക് വരാം. നാലാമത്തെ ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള, പെട്രോൾ നിക്ഷേപമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം കാനഡയാണ്. അമേരിക്കയെ ഈ അടുത്ത ദിവസം അമേരിക്ക പറഞ്ഞത് കാനഡയെ അമേരിക്കയുടെ സ്റ്റേറ്റ് ആക്കി മാറ്റും, ഒരിക്കലും അതൊരു സ്വയം രാഷ്ട്രമായി അമേരിക്ക നിലനിർത്തില്ല എന്നാണ്. കാനഡ മാത്രമല്ല, ആർട്ടിക് പെട്രോളിയത്തിലേക്ക് അമേരിക്കക്ക് പ്രവേശിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമാണ് ഗ്രീൻലാൻഡ്. ഗ്രീൻലാൻഡിനെ അമേരിക്ക സ്വന്തമാക്കുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആർട്ടിക് പെട്രോളിയം എന്ന് പറഞ്ഞതിൽ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പെട്രോൾ നിക്ഷേപമുള്ള ഒരു ഭൂമിയിലെ ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ്. ആ ഏരിയയിലേക്ക് അമേരിക്കക്ക് പ്രവേശിക്കണമെങ്കിൽ ഗ്രീൻലാൻഡിനെ അമേരിക്കയുടേതാക്കണം. അപ്പൊ അടുത്ത് തന്നെ ഗ്രീൻലാൻഡിലെ അമേരിക്കയുടെ ഭാഗമാക്കും എന്ന് അമേരിക്ക ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ അമേരിക്ക ഒരിക്കലും ദുർബലമാവുകയല്ല. അമേരിക്ക കൂടുതൽ അതിൻ്റെ ശക്തി പുറത്തെടുക്കുകയാണെന്ന് മാത്രമല്ല, ആധുനികതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പവറുള്ള കമ്മോഡിറ്റി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് പെട്രോളാണ്. ഇന്ന് വരെ പെട്രോൾ ലോകത്ത് പുറത്തു വന്നതിന് ഇന്ന് വരെ ശേഷമുള്ള
ഇന്ന് വരെയുള്ള കാലഘട്ടങ്ങളിൽ പെട്രോളിനെ നിയന്ത്രിച്ചത് അമേരിക്കയാണ്. ഭാവിയിലും പെട്രോളിനെ നിയന്ത്രിക്കുക അമേരിക്ക മാത്രമായിരിക്കും എന്നാണ് ഏറ്റവും അവസാനമായി ഈ കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ ലോകത്ത് നടന്ന സംഭവ വികാസങ്ങളുടെ പരമാർത്ഥമായി ഏതൊരു സാമൂഹിക നിരീക്ഷകനും ഏതൊരു പഠിക്കുന്ന വിദ്യാർത്ഥിക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്. പെട്രോളിയം എന്നാൽ കേവലം അത് വണ്ടിയിൽ ഒഴിക്കുന്ന പെട്രോളാണെന്ന് മാത്രം വിചാരിക്കരുത്. അത് വളരെ വിശദമായി യൂഫ്രട്ടീസിലെ സ്വർണ്ണമലകൾ എന്ന പുസ്തകത്തിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. അത് ഏറ്റവും അടിസ്ഥാന വസ്തു മുതൽ ഏറ്റവും ഉന്നതമായ വസ്തു വരെയും പെട്രോളിയത്തിന്റെ ഭാഗമാണ് ആധുനിക കാലത്ത്. ഇപ്പൊ ഉദാഹരണം പറയാം, ഇപ്പൊ ഇതിന്റെ മുകളിലുള്ള ഈ ഒരു പശ അത് പെട്രോളിയത്തിന്റെ ഭാഗമാണ്. ആ കാർപ്പറ്റിൽ പെട്രോളിയം ഉണ്ട്, ഈ കാണുന്ന വസ്തുക്കളിലൊക്കെ പെട്രോളിയം ഉണ്ട്, ആ കാണുന്ന കളറുകളിൽ പെട്രോളിയം ഉണ്ട്. എല്ലാം പെട്രോളിയത്തെ മാറ്റിവെക്കുന്ന ഒരു വസ്തു ഇന്ന് ലോകത്ത് കണ്ടെടുക്കുക സാധ്യമല്ല. ഒന്നിരിക്കൽ നേരിട്ട് അതിൽ പെട്രോളിയം ഉണ്ട്, അല്ലെങ്കിൽ അതിൽ പെട്രോളിയം പ്രവർത്തിച്ചിട്ടുണ്ട്. അല്ലാതെ ഒരു വസ്തുവിനെയും ഇന്നൊരു വസ്തുവുമാക്കാൻ കഴിയില്ല. നേരിട്ട് പെട്രോളിയത്തിന്റെ ഭാഗങ്ങൾ ഉള്ളതോ അല്ലെങ്കിൽ പെട്രോളിയം പ്രവർത്തിച്ചതിനാൽ ഉണ്ടായിത്തീർന്നതോ അല്ലാത്ത ഒരു വസ്തു ഈ ഭൂലോകത്തിന്റെ മുകളിൽ ഇന്ന് കാണുക സാധ്യമല്ല. അങ്ങനെയുള്ള ഒരു കമ്മോഡിറ്റിയാണ് യഥാർത്ഥത്തിൽ പെട്രോളിയം. ആ പെട്രോളിയം സ്വന്തമാക്കുക വഴി ലോകത്തെ ഏറ്റവും വലിയ പവർ അമേരിക്കയുടെ കയ്യിൽ മാത്രമാണ് എന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പരമാർത്ഥം. ഇനി നമുക്ക് ഇറാനിലേക്ക് വരാം. എന്താണ് ഇറാൻ? ഇറാൻ ലോകത്ത് എണ്ണ നിക്ഷേപമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 3ാമത്തെ രാജ്യമാണ്. 1ാമത്തെ എണ്ണ നിക്ഷേപമുള്ള രാജ്യം വെനീസ്വല അമേരിക്ക സ്വന്തമാക്കി. 2ാമത്തെ രാജ്യം സൗദി അറേബ്യ എക്കാലത്തും ആധുനിക സൗദി അറേബ്യ അമേരിക്കയുടെ വരുതിയിലും അമേരിക്കയുടെ കൈകാര്യത്തിലും അമേരിക്കയുടെയും പാശ്ചാത്യ ലോകത്തിന്റെയും താല്പര്യത്തിലും മാത്രം നിലകൊള്ളുന്ന രാജ്യമാണ്. 3ാമത്തെ രാജ്യമാണ് ഇറാൻ. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ നിക്ഷേപമുള്ള 3ാമത്തെ രാജ്യമാണ് ഇറാൻ. ഇറാനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇറാൻ 979 മുതൽ ഇന്ന് വരെ അമേരിക്കയെയും പാശ്ചാത്യ ശക്തികളെയും വെല്ലുവിളിക്കുന്ന രാജ്യങ്ങളിൽ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ ഒന്ന് ഇറാനാണ് എന്നതാണ്. പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിൽ അമേരിക്കൻ താല്പര്യങ്ങൾക്കെതിരെ നിൽക്കുന്ന, പാശ്ചാത്യ താല്പര്യങ്ങൾക്ക് എതിരെ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം, അല്ലെങ്കിൽ ഒരു നിലക്ക് നോക്കിയാൽ അങ്ങനെ ഒരു രാജ്യം പശ്ചിമേഷ്യയിൽ വേറെ ഇല്ല എന്ന് തന്നെ പറയാം. അങ്ങനെ അമേരിക്കയെയും പാശ്ചാത്യ ശക്തികളെയും ദുർബലമാക്കുന്ന പ്രസ്താവനകൾ കൊണ്ടും നീക്കങ്ങൾ കൊണ്ടും എപ്പോഴും അമേരിക്കയ്ക്ക് എതിരെ നിൽക്കുന്ന, പാശ്ചാത്യ താല്പര്യങ്ങൾക്ക് എതിരെ നിൽക്കുന്ന ഒരു രാജ്യമാണ് യഥാർത്ഥത്തിൽ ഇറാൻ. ഞാൻ ഈ പ്രഭാഷണം നടത്തുന്ന 2026 ജനുവരി 14-ാം തീയതി ബുധനാഴ്ച രാവിലെ പോലും ഇറാനിൽ ഭരണകൂടത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങളും വിപ്ലവങ്ങളും അതിശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉണ്ടായ ഈ ഭരണകൂട വിരുദ്ധ പ്രതിഷേധങ്ങളിലും അതിനെ തുടർന്നുണ്ടായ കലാപങ്ങളിലും അടിച്ചമർത്തലുകളിലുമായി ഏകദേശം 10,000-ത്തിലധികം മനുഷ്യജീവനുകൾ കൊല ചെയ്യപ്പെട്ടു എന്നതും യാഥാർത്ഥ്യമാണ്. വളരെ കൃത്യമായി 12,000 എന്ന അഭിപ്രായമുണ്ട്, അതിനേക്കാൾ കൂടുതലാണെന്നും അഭിപ്രായമുണ്ട്. ഏതായാലും 10,000-ത്തിലേറെ ആളുകൾ ഈ വിപ്ലവത്തിലും പ്രതിഷേധങ്ങളിലും അടിച്ചമർത്തലുകളുമായി കൊല ചെയ്യപ്പെട്ടു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. വിപ്ലവകാരികൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണം, രാജ്യത്തിന് സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞു. സത്യത്തിൽ നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടത്, പശ്ചിമേഷ്യയിലെ ഏറ്റവും ജനാധിപത്യപരമായ അവകാശങ്ങളെ സംരക്ഷിക്കുന്ന, ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന, ജനാധിപത്യ അവകാശങ്ങളെ സൂക്ഷിക്കുന്ന, സ്ത്രീ സ്വാതന്ത്ര്യം കൂടുതൽ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമാണ് ഇറാൻ എന്നാണ്. അതേസമയത്ത് അതിന് തൊട്ട് ചില രാജ്യങ്ങളുണ്ട്. ഉദാഹരണം സൗദി അറേബ്യ, UAE. അവിടെയൊന്നും യഥാർത്ഥത്തിൽ ജനാധിപത്യപരമായ ഒരു അവകാശങ്ങളും അവിടെ അവകാശവും പൗരന്മാർക്ക് അനുവദിച്ചു കൊടുക്കുന്നില്ല. അവിടെ വേണ്ടത്ര പറയപ്പെടുന്ന പാശ്ചാത്യ ശക്തികൾ പറയുന്നത് പോലെയുള്ള ഒരു സ്ത്രീ സ്വാതന്ത്ര്യമോ ഒരു ജനാധിപത്യ അവകാശങ്ങളോ ഒരിക്കലും കൃത്യമായി ഈ സൗദി അറേബ്യയിലോ UAE-യിലോ നടക്കുന്നില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന ഒരു പരമാർത്ഥമാണ്, യാഥാർത്ഥ്യമാണ്. എന്നിട്ടും ഇതിന്റെ പേരിലാണ് ഇറാനിൽ വിപ്ലവം നടക്കുന്നത്. ഇറാനിലോ സ്ത്രീ സ്വാതന്ത്ര്യമുണ്ട്. 2015
സൗദി അറേബ്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം വരുന്നത് 2015. അതേ സമയത്ത് 1979 ഏകദേശം ഒരു 50 വർഷത്തിന് അടുത്ത് ഒരു 47 വർഷമായി തന്നെ സ്ത്രീകൾക്ക് വോട്ടവകാശമുള്ള രാജ്യമാണ് ഇറാൻ. രണ്ടാമത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇറാനെ സംബന്ധിച്ചിടത്തോളം ഷിയ പാരമ്പര്യമുള്ള ഒരു ഇസ്ലാമിക് ഐഡിയോളജിയിൽ പാരമ്പര്യ രീതികളെ പരമാവധി സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന രാജ്യമാണ് ഇറാൻ എങ്കിൽ പോലും മാനുഷികാവകാശങ്ങൾ, ജനാധിപത്യ അവകാശങ്ങൾ, മോഡേൺ രീതികളിൽ വരുന്ന അവകാശങ്ങൾ, ഉദാഹരണം സിനിമ, ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകളിൽ ഒന്ന് ഇറാനിയൻ സിനിമകളാണ്. അതായത് പാരമ്പര്യ ഐഡിയോളജികളെ, ഷിയ ഐഡിയോളജികളെ സംരക്ഷിക്കുമ്പോൾ പോലും കല, സാഹിത്യം, സിനിമ, സ്ത്രീകളുടെ സ്വാതന്ത്ര്യങ്ങൾ, അവർക്കുള്ള താല്പര്യങ്ങൾ പാശ്ചാത്യ ശക്തികളോടും കിടപിടിക്കുന്ന വിധത്തിൽ സ്ത്രീ അവകാശങ്ങളെ സംരക്ഷിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അതിൻ്റെ ഇസ്ലാമിക ഐഡിയോളജിയിലല്ല ഞാൻ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അതായത് ഇസ്ലാമിക ഫിഖഹിലും ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലും സ്ത്രീകളുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്ന ഒരു പരിധി എത്ര എന്ന രൂപത്തിലല്ല ഞാൻ ഈ കാര്യം പറയുന്നത്. അതേ സമയത്ത് മറ്റേത് വിപ്ലവകാരികളുടെ ഈ വാദങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തുകൊണ്ട്? സ്ത്രീകൾക്ക് പാശ്ചാത്യൻ മോഡലിൽ ഒരുപക്ഷെ മറ്റു പല പാശ്ചാത്യ രാജ്യങ്ങളിലും അവകാശം അനുവദിച്ചു കൊടുക്കുന്ന അവകാശങ്ങളെക്കാൾ കൂടുതൽ അവകാശങ്ങൾ സത്യത്തിൽ നൽകുന്ന രാജ്യമാണ് ഇറാൻ. അത് പുറകോട്ട് പോയാൽ പോലും മനസ്സിലാവും. അത് 1979 ഇറാൻ വിപ്ലവം നടക്കുന്നത്. 1979 അമേരിക്കൻ എംബസിയിലുള്ള ഉദ്യോഗസ്ഥന്മാരെ ബന്ദികളാക്കുകയും ആ എംബസി ഉപരോധം നടത്തുകയും ചെയ്യുന്നുണ്ട് ഇറാൻ. ആരാണത് നടത്തിയത്? യഥാർത്ഥത്തിൽ ആരാധന നടത്തിയത്? വിദ്യാർത്ഥികൾ. ആ വിദ്യാർത്ഥികൾ നടത്തിയ അവിടെ ആ സമയത്ത് അതിലേറ്റവും മുന്നിൽ നിൽക്കുന്നത് ഒരു സ്ത്രീയാണ്, ഒരു മഅ്സൂം ഇബ്തിക്കാർ എന്ന ഒരു സ്ത്രീയാണ്. ഈ മഅ്സൂം ഇബ്തിക്കാർ അന്ന് വിദ്യാർത്ഥിനിയാണ്. അതിന് ശേഷം പിന്നീട് അമേരിക്കൻ ചാനലിനോട് സംഭാഷണം നടത്തുന്നതും ഇറാന്റെ നയതന്ത്ര രീതികളെ പുതിയതായി പ്രഖ്യാപനം നടത്തി സംസാരിക്കുന്നതുമെല്ലാം ഈ വിദ്യാർത്ഥിനിയായ മഅ്സൂം ഇബ്തിക്കാർ എന്ന ഈ സ്ത്രീയാണ്. ഈ സ്ത്രീ പിന്നീട് ഇറാന്റെ പല മിനിസ്ട്രികളിലും മന്ത്രിയാവുകയും ആ രാജ്യത്തിൻ്റെ ഇന്നത്തെ രൂപത്തിൽ കെട്ടിപ്പടുക്കുന്നതിൽ തൻ്റെതായ അവരുടെ ഭാഗതയും അവർ നിർവഹിക്കുകയും ചെയ്തിട്ടുള്ളത് മാത്രമല്ല, ഒരു മഅ്സൂം ഇബ്തിക്കാർ മാത്രമല്ല, ധാരാളം ഇറാൻ പാർലമെന്റിൽ ധാരാളം സ്ത്രീകളുണ്ട്, പഴയകാലം മുതലേ ഉണ്ട്. അപ്പൊ സ്ത്രീ സ്വാതന്ത്ര്യം അനുവദിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ വിപ്ലവം നടത്തുന്നത് എന്ന വിപ്ലവകാരികളുടെ ഭാഷ തികച്ചും അനാവശ്യവും അടിസ്ഥാനരഹിതവുമാണ്. ഈ അടുത്ത ദിവസം ഇസ്രായേൽ ഒരു ഇറാനിയൻ ചാനൽ ആക്രമിക്കുന്നുണ്ട്. ഈ അടുത്ത സന്ദർഭത്തിൽ അതേ സമയത്ത് അവിടെ വാർത്ത വായിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ഇറാനിയൻ സ്ത്രീയാണ്. അപ്പൊ സ്ത്രീകളെ അവകാശങ്ങൾ സംരക്ഷിക്കുക, അവരുടെ കാര്യങ്ങൾക്ക് അവർക്ക് പരമാവധി ഒരു നിലക്ക് നമ്മളൊക്കെ വിമർശിക്കുന്ന ഒരു ശൈലിയാണത്. അതായത് മതത്തിന്റെ പരിധിക്കപ്പുറം പോലും സ്ത്രീ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. ആ രാജ്യത്താണ് ഈ സ്ത്രീ സ്വാതന്ത്ര്യമില്ല എന്ന പേരിൽ വിപ്ലവകാരികൾ അഴിഞ്ഞാടുന്നത്. നേരെ തൊട്ടടുത്ത രാജ്യമുണ്ട്, അവിടെ പാശ്ചാത്യൻ മോഡലിലുള്ള ഒരു സ്ത്രീ സ്വാതന്ത്ര്യവുമില്ല, ഒരടിസ്ഥാന ജനാധിപത്യ അവകാശമില്ല. അവിടെ വളരെ കൂളാണ്, സൈലന്റ് ആണ്, ഒരു പ്രശ്നവും അവിടെ നടക്കുന്നേയില്ല. രണ്ടാമതായി അവർ പറയുന്നത് ജനാധിപത്യം വേണമെന്നാണ്. സത്യത്തിൽ പശ്ചിമേഷ്യയിലെ ഏറ്റവും കൂടുതൽ ജനാധിപത്യ അവകാശങ്ങളെ സംരക്ഷിക്കുന്ന രാജ്യമാണ് ഇറാൻ. ഉദാഹരണം പറയാം, ഭൂരിപക്ഷ ഷിയ രാജ്യമാണ് ഇറാൻ. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഷിയ രാജ്യമാണ് ഇറാൻ. അതേ സമയത്ത് അവിടെ സുന്നികളായ പാർലമെന്റിൽ സുന്നികളായ മെമ്പർമാരുണ്ട്. അതേപോലെ തന്നെ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളുണ്ട്, ഓർത്തഡോക്സ് ജൂതന്മാരുണ്ട്, ഇതെല്ലാം ഉണ്ട്. എല്ലാത്തരം വിഭാഗങ്ങളിൽ നിന്നും ജനപ്രതിനിധികളെ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് ഒരു ഭരണം നടത്തുന്ന വളരെ കൃത്യമായ ജനാധിപത്യ അവകാശമുള്ള രാജ്യമാണ് ഇറാൻ. അവിടെയാണ് സത്യത്തിൽ വിപ്ലവകാരികൾ ഞങ്ങൾക്ക് ജനാധിപത്യം വേണം എന്ന് മുറവിളി കൂട്ടുന്നത്. തൊട്ടടുത്ത രാജ്യങ്ങളിൽ ഇങ്ങനെ യാതൊരു സംവിധാനവും ഇല്ല. അവിടുത്തെ ജനാധിപത്യ രീതികൾ ഏറെ ദുർബലവും നാമമാത്രവും ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനുള്ള സംവിധാനവും മാത്രമാണ്. ഇറാനിൽ ഒരു പരമാധികാരിയായ ഒരു ഷിയ ആത്മീയ നേതാവുണ്ട് എന്നത് ശരിയാണ്.
അത് ബ്രിട്ടനിലടക്കമുണ്ടല്ലോ. ബ്രിട്ടനിലും പാർലമെന്റിന് മുകളിൽ രാജാവിന് അധികാരമുണ്ട്. പക്ഷെ വളരെ കൃത്യമായ ജനാധിപത്യം സൂക്ഷിക്കുകയും പാർലമെന്ററി സംവിധാനങ്ങളെ സൂക്ഷിക്കുകയും എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവരുടേതായ അവകാശങ്ങൾ വകവച്ചു കൊടുക്കുകയും ജനാധിപത്യ സംവിധാനത്തിൽ കൃത്യമായി തെരഞ്ഞെടുപ്പ് നടത്തുകയും സ്ത്രീകൾക്ക് പ്രത്യേകമായ വോട്ടവകാശവും സ്വാതന്ത്ര്യവും നൽകുകയും പാശ്ചാത്യൻ മോഡലിൽ എന്ന് വേണമെങ്കിലും പറയാം. വേഷവിധാനങ്ങളിൽ, മറ്റു രീതികളിൽ, എല്ലാ കാര്യങ്ങളിലും പാശ്ചാത്യ രീതികളിൽ വരെ ഭരണകൂടത്തിനെയും മറ്റുള്ളതിനെയും എല്ലാം ചോദ്യം ചെയ്യാനുമുള്ള കലാവർക്കുകൾ. ഉദാഹരണം പറയാം, ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകൾ ഇറാനിയൻ സിനിമകളാണ്. ഭരണകൂടത്തെ വിമർശിക്കുന്ന സിനിമകൾ, ലോകത്തെ ചില ഫണ്ടമെന്റൽ രീതികളെ വിമർശിക്കുന്ന സിനിമകൾ, പലപ്പോഴും ഇറാന്റെ ചില ശൈലികളെ വിമർശിക്കുന്ന സിനിമകൾ, അതിനെല്ലാം സ്വാതന്ത്ര്യമുള്ള, അതൊന്നും ഇന്നും ബാൻ ചെയ്യപ്പെടാത്ത ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ എന്നത് ഒരു പരമാർത്ഥവും സത്യവുമാണ്. അപ്പൊ ഈ നിലക്കൊന്നും ഇങ്ങനെയുള്ള ഒരു വിപ്ലവത്തിന് ഒരു നിലക്കും ഇറാനിൽ യാതൊരു സാധ്യതയും ഇല്ല എന്നത് സത്യമാണ്. അതേസമയത്ത് ഇറാനിൽ വളരെ വലിയ ഭരണകൂട വിരുദ്ധ വികാരങ്ങളും മറ്റും ഉണ്ട് എന്നതും ഒരു സത്യമാണ്. അത് ഇറാനിൽ മാത്രമല്ല, വെനിസ്വേലയിലുമുണ്ട്. എന്താണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇറാനിലെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന സൗകര്യമാണ് വെള്ളം. എല്ലാ സ്ഥലത്തും വെള്ളം എത്തിക്കാൻ ഭരണകൂടത്തിന് കഴിയുന്നില്ല. മറ്റടിസ്ഥാന സൗകര്യങ്ങളിൽ പലതും ഇറാന് ചെയ്യാൻ കഴിയുന്നില്ല. അതേപോലെ തന്നെയാണ് വെനിസ്വേലയിലും സംഭവിക്കുന്നത്. വെനിസ്വേലയിലെ പ്രസിഡന്റിനെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ വലിയൊരു വിഭാഗം ജനങ്ങൾ ആഘോഷിക്കണം. എന്താണ് ഇതിനെല്ലാം അടിസ്ഥാന കാരണം? ആ രാജ്യങ്ങളെല്ലാം പാശ്ചാത്യ ശക്തികളുടെ ഉപരോധത്തിലാണ് പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്നത് എന്നാണ്. അത് വളരെ വലിയൊരു സത്യമാണ്. ഉദാഹരണം പറയാം, 1979 ശേഷം അമേരിക്കയുടെയും പാശ്ചാത്യ ശക്തികളുടെയും ഉപരോധത്തിലാണ് ഈ ഇറാൻ നിലകൊള്ളുന്നത്. ഏകദേശം വെനിസ്വേലയും പതിറ്റാണ്ടുകളായി അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പാശ്ചാത്യ ശക്തികളുടെ ഉപരോധത്തിൽ ഞെരിഞ്ഞമരുന്ന രാജ്യങ്ങൾ, ആ രാജ്യങ്ങൾ ഒരുപക്ഷെ ഇറാൻ ഈ വിപ്ലവത്തിൽ തകർന്നേക്കാം, ഒരുപക്ഷെ നാമമാത്രമായി അതിജീവിച്ചേക്കാം, എന്നാലും വീണ്ടും തകർന്നേക്കാം. അത് കൂടുതലും സാധ്യതയുണ്ട്. താൽക്കാലികമായി ഒരു പക്ഷേ ഉദാഹരണം പറയാ, സിറിയയിലെ ബഷാർ അൽ-അസദിനെ സംബന്ധിച്ചിടത്തോളം ISIS ഞെരുക്കി രാജ്യത്തിന്റെ വലിയൊരു ഭാഗം തന്നെ ISIS പിടിച്ചടക്കി. ബഷാർ അൽ-അസദ് അതിനെല്ലാം ഈ അടുത്ത കാലത്ത് ജയിച്ചു. പിന്നീട് നമ്മൾ കാണുന്നത് ബഷാർ അൽ-അസദ് ഒരു പ്രത്യേകമായ മുഹൂർത്തത്തിൽ, ഒരു പ്രഭാതത്തിൽ ബഷാർ അൽ-അസദിനെയും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവരെയും കാണാനില്ല, അവർ റഷ്യയിലേക്ക് കടന്നു കളഞ്ഞു എന്നുള്ളതാണ്. ഞാൻ ബഷാർ അൽ-അസദ് ചെയ്തത് ശരിയാണെന്നോ ഇറാൻ ഭരണകൂടം ചെയ്യുന്നത് ശരിയാണെന്നോ ഒന്നുമല്ല ഞാനീ പറയുന്ന കാര്യം. ഇവിടെ അടിസ്ഥാന പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ ഭരണകൂടങ്ങളെല്ലാം ലോകത്തെ ഏറ്റവും വലിയ ഏകാധിപതികളുടെ ഭരണകൂടമായിട്ടല്ല. ഞാൻ പറഞ്ഞ പശ്ചിമേഷ്യയിലെ ഏറ്റവും ജനാധിപത്യമുള്ള ഭരണകൂടമാണിത്. പക്ഷെ ആ ഭരണകൂടം ഏകദേശം 5 പതിറ്റാണ്ടിന് അടുത്തായി, 5 പതിറ്റാണ്ടോളം ഈ രാജ്യം പാശ്ചാത്യ ശക്തികളുടെ ഉപരോധത്തിൽ നിലനിൽക്കുകയാണ്. അപ്പൊ അടിസ്ഥാന സൗകര്യങ്ങൾ നിലനിർത്താൻ കഴിയില്ല. ഇപ്പൊ ഇറാനിയൻ സർക്കാർ ഒരു കുറ്റമറ്റ സർക്കാരാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. എന്തുകൊണ്ട്? അവർക്കും പലതരം ഭരണകൂടങ്ങൾക്കും അവരുടേതായ ക്രൂരതകളും രീതികളും ഉണ്ടാകും. അത് സദ്ദാം ഹുസൈൻ ഉണ്ടായിട്ടുണ്ട്, മുഅമ്മർ ഗദ്ദാഫിക്ക് ഉണ്ടായിട്ടുണ്ട്. ബഷാർ അൽ-അസദ് ചെയ്ത ക്രൂരതകൾ വളരെ 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 വലുതാണ്. അതിന് സമാനമായ ക്രൂരതകൾ നിക്കോളാസ് മദുറോ ചെയ്തിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ ഇറാൻ ഭരണകൂടവും ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെ കഴിഞ്ഞ് വാതിൽ തുറക്കുമ്പോഴാണ് പല വസ്തുതകളും നമുക്ക് മനസ്സിലാക്കുക. അവരെന്നും വെള്ളപൂശേണ്ട യാതൊരു ബാധ്യതയും നമുക്കില്ല. ഈ ഭരണകൂടങ്ങളെല്ലാം കുറ്റമറ്റ ഭരണകൂടങ്ങളാണെന്നോ അവരൊക്കെ സംശുദ്ധരായ ഭരണാധികാരികളാണെന്നോ യാതൊരു അഭിപ്രായവും നമുക്കില്ല. ഞാനിവിടെ പറയുന്ന കാര്യം അതല്ല. ഇവരൊക്കെ ക്രൂരന്മാരാണെന്ന് നമ്മൾ സമ്മതിക്കുമ്പോൾ തന്നെ അത് ഇറാൻ ഭരണാധികാരികളും കഴിഞ്ഞുപോയ റഷ്യയിലേക്ക് നാടുവിട്ട ബഷാർ അൽ-അസദും കൊല ചെയ്യപ്പെട്ട മുഅമ്മർ ഗദ്ദാഫിയും സദ്ദാം ഹുസൈനും ഇവരൊക്കെ മോശപ്പെട്ട ഏകാധിപത്യ സ്വേച്ഛാധിപത്യ ഭരണാധികാരികളാകുമ്പോൾ തന്നെ അവരെപ്പോലെയോ അവരെക്കാൾ ക്രൂരന്മാരോ ക്രൂരത ചെയ്തുകൊണ്ടിരുന്നവരും ചെയ്തിട്ടുള്ളവരും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ രാജ്യങ്ങളെയും ഭരണാധികാരികളെയും യാതൊരു പ്രശ്നവുമില്ലാതെ ലോകത്ത് നിലനിർത്തപ്പെടുന്നു.
അതിനിടെ ഒരു പ്രശ്നവും നടക്കുന്നേയില്ല. ആ രാജ്യങ്ങളിൽ ഒരു വിപ്ലവം നടക്കുന്നില്ല. ആ രാജ്യങ്ങൾ ജനാധിപത്യത്തിന് വേണ്ടി ശബ്ദിച്ച പലരും പുറത്തു പോലും വരാതെ ഇരുമ്പഴികൾക്കുള്ളിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. പല പല പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലും സ്വാതന്ത്ര്യത്തിന് വേണ്ടി മനുഷ്യാവകാശത്തിന് വേണ്ടി ശബ്ദിച്ച ആയിരങ്ങൾ ഇരുമ്പഴികൾക്കുള്ളിൽ നിലനിൽക്കുന്ന രാജ്യങ്ങളുണ്ട്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് പരിശോധിച്ചാൽ ഒരൊറ്റ ഉത്തരമാണ് ഇതിന് മറുപടി. ഒരൊറ്റ ഉത്തരം. ഇവരെല്ലാം ഈ നിലവിൽ അവസാനത്തെ ഉദാഹരണമാണ് ഇറാൻ. അവർ 100% അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി നിലകൊണ്ടു എന്നത് മാത്രമാണ് പ്രശ്നം. അല്ലാതെ അവരുടെ ക്രൂരതയോ മറ്റൊന്നുമല്ല. അവർക്ക് ജനാധിപത്യമില്ലാത്തതോ, അവർ സ്ത്രീകൾക്ക് വോട്ടവകാശം അനുവദിക്കാത്തതോ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ത്രീകളുടെ താല്പര്യങ്ങളെ മറ്റു രാജ്യങ്ങളിലുള്ള മറ്റു പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലുള്ള താല്പര്യങ്ങൾ അനുവദിക്കാത്തതോ ഒന്നുമല്ല പ്രശ്നം. പ്രശ്നം ഒറ്റ ഒന്നാണ്. ലോകത്ത് ഏത് കാലത്ത് 1.25 നൂറ്റാണ്ടിലേറെയായി ലോകത്ത് നിലനിൽക്കുന്ന ഒരൊറ്റ പ്രശ്നം, ഏത് രാജ്യം അമേരിക്കൻ താല്പര്യത്തിൽ നിലനിൽക്കുന്നോ ആ രാജ്യത്തിന്റെ ഏത് ക്രൂരതയും സംരക്ഷിക്കപ്പെടുന്നു. ലോകത്ത് ഏത് രാജ്യം അമേരിക്കക്ക് എതിരെ നിൽക്കുന്നോ ആ രാജ്യം എന്ത് നന്മ ചെയ്താലും, ജനാധിപത്യം ചെയ്താലും, എന്ത് സ്ത്രീ സ്വാതന്ത്ര്യം കൊടുത്താലും അവരുടെ തെറ്റുകൾ പർവ്വതീകരിക്കപ്പെടുകയും അവരുടെ രാജ്യത്ത് കലാപങ്ങളും വിപ്ലവങ്ങളും പ്രതിഷേധങ്ങളും അവസാനം രാജ്യത്തെ ഭരണാധികാരികൾ പിടിച്ചുകൊണ്ടുപോകലും അവസാനം അവർ നാട് വിടേണ്ട അവസ്ഥയും സംജാതമാകുന്നു എന്നതാണ്. അപ്പോൾ കാര്യത്തിന്റെ വൃത്തം ആ വിഷയങ്ങളെ നമ്മൾ സെൻട്രലൈസ് ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങൾ ഒരൊറ്റ പോയിന്റിലാണ്. നൂറ്റാണ്ടുകളായി ലോകത്ത് നിലനിൽക്കുന്ന ഈ ആധുനികതയുടെ നൂറ്റാണ്ടുകളിൽ, പ്രത്യേകിച്ച് 1.5 നൂറ്റാണ്ടുകൾക്കിടയിൽ ലോകത്ത് നിലനിൽക്കുന്ന ഒരൊറ്റ കാര്യം, അമേരിക്കൻ താല്പര്യം നിലനിൽക്കുന്നോ, അമേരിക്കൻ താല്പര്യം നിലനിർത്താനാവുന്നോ, അമേരിക്കൻ താല്പര്യങ്ങൾക്ക് എതിരെ നിൽക്കുന്നു എന്നതനുസരിച്ച് മാത്രമാണ് പ്രശ്നം. രണ്ടാമത്തൊരു പ്രശ്നം ലോകത്തൊരു രാജ്യത്തും ഇല്ല എന്നത് പരമാർത്ഥവും സത്യവുമാണ്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം, ലോകത്തെ മറ്റുള്ള എല്ലാ രാജ്യങ്ങളുടെയും സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന രാജ്യം എന്ന് പെരുമ്പറയടിക്കുന്ന അമേരിക്കയുടെ ചരിത്രത്തിൽ 400-ലേറെ തവണ മറ്റു രാജ്യങ്ങളെ അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടെന്ന് ചരിത്രപരമായ സത്യമാണ്. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ അട്ടിമറിക്കാൻ ഒരു തവണ ശ്രമിച്ചാൽ പോലും തെറ്റാണ്. എന്നാൽ ചരിത്രത്തെ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ അമേരിക്കയുടെ ചരിത്രത്തിൽ ലഭ്യമായ ചരിത്രം നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ പോലും 400 തവണയെങ്കിലും മറ്റു രാഷ്ട്രങ്ങളെ അട്ടിമറിക്കാൻ അമേരിക്ക ശ്രമം നടത്തിയിട്ടുണ്ട്. മറ്റു രാജ്യങ്ങളെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കാൻ, മറ്റു രാജ്യങ്ങളുടെ രാഷ്ട്ര നേതാക്കന്മാരെ കൊലപ്പെടുത്താൻ 1961 എൻ്റെ ഓർമ്മ. പാട്രീസ് ലമുംബ എന്ന കോങ്കോയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ പ്രൈം മിനിസ്റ്ററാണ് പാട്രീസ് ലമുംബ. 1961 അദ്ദേഹത്തെ അമേരിക്കയുടെ ചാരസംഘടനയായ CIA നിർദാക്ഷിണ്യം നിഷ്കരുണം പിടികൂടിയിട്ട് കൊലപ്പെടുത്തി. 1961 ഒരു രാജ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയെ പിടികൂടിയിട്ട് അദ്ദേഹത്തെ കൊന്നിട്ട് എന്ത് ചെയ്തു? അദ്ദേഹത്തിന് ശരീരാവശിഷ്ടം പോലും ആർക്കും കിട്ടാത്ത വിധത്തിൽ ആസിഡിലിട്ട് അത് പൂർണ്ണമായും അതിനെ ആസിഡിൽ ലയിപ്പിച്ചു കളഞ്ഞു. അതായത് ആ ശരീരാവശിഷ്ടം പാട്രീസ് ലമുംബയുടെ ബോഡി എവിടെ അടക്കം ചെയ്തത് ഇല്ല. എന്തുകൊണ്ട്? അത് ആസിഡിലിട്ടിട്ട് ശരീരാവശിഷ്ടങ്ങൾ മുഴുവനും ആ ആസിഡിൽ ലയിപ്പിച്ചു. 1961 ലോകം നോക്കി നിന്നു. ഒരക്ഷരം ഒരാൾ ഉരിയാടിയില്ല. ആ 1961 തന്നെയാണ് 2026. എന്ത് ചെയ്താലും ഒരാൾ ഉരിയാടാൻ പോകുന്നില്ല. അമേരിക്ക തന്നെയാണ് ലോകത്തെ പരമാധികാരി എന്ന് അന്നും ഇന്നും അംഗീകരിക്കുന്നു. നിങ്ങൾ വളരെ ഗൗരവമായി ചിന്തിക്കണം. ഉദാഹരണം പറയാം, 1959 മുതൽ ക്യൂബയുടെ പരമാധികാരിയാണ് ഫിഡൽ കാസ്ട്രോ. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് താല്പര്യക്കാരനാണ്. ഈ മനുഷ്യനെ കൊലപ്പെടുത്താൻ 2006 വരെയുള്ള കാലഘട്ടത്തിൽ ഏകദേശം 634 തവണയെങ്കിലും ഈ മനുഷ്യനെതിരെ അമേരിക്ക കൊലപാതക ശ്രമം നടത്തിയിട്ടുണ്ട് എന്നാണ് ക്യൂബയുടെ ഇന്റലിജൻസ് ചീഫ് ആയിരുന്ന ഫാബിയൻ എസ്കലാൻഡെ ഒരിക്കൽ ചാനലുകളോടും പത്രക്കാരോടും പറഞ്ഞത്. 2006
അതായത് 959 മുതൽ 2006 വരെയുള്ള കാലഘട്ടത്തിൽ മാത്രം ഏകദേശം അമേരിക്ക 634 തവണയെങ്കിലും ഫിഡൽ കാസ്ട്രോയെ വധിക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട് എന്നാണ്. അതൊന്ന് നമ്മൾ, അതായത് ഈ ഒരു കാലയളവിൽ 634 വധശ്രമം എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൽ ഒന്നിലധികം വധശ്രമം എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. 959 മുതൽ 2006 വരെയുള്ള കാലത്ത് 634 വധശ്രമങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൽ ഒന്നിലധികം വധശ്രമം. ആരെ? ഒരു രാഷ്ട്രത്തിന്റെ പരമാധികാരിയെ, ആ രാജ്യത്തിന് ആ വ്യക്തിയെ വേണ്ടെങ്കിൽ അവരട്ടിമറിച്ച് പുതിയ ഭരണാധികാരിയെ തിരഞ്ഞെടുക്കാമല്ലോ. അപ്പൊ അമേരിക്കയുടെ താല്പര്യമാണ് നിങ്ങൾ. അത് 961 പാട്രിസ് ലമുംബയെ കൊല്ലുന്നത് മാത്രമല്ല, അതേത് കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. അത്രയും വലിയ നീതികേട്, ക്രൂരത ചെയ്യാൻ അമേരിക്ക ഒരു മടിയും ഇല്ല. അതിപ്പോഴും ചെയ്യും, കണ്ണിന്റെ മുന്നിൽ ചെയ്യും. നാളെ ഇറാന്റെ ഭരണാധികാരിയെ പിടിച്ചു കൊണ്ടുപോയേക്കാം, ചൈനയുടെ പ്രധാനമന്ത്രിയെ കൊണ്ടുപോയേക്കാം. ഒന്നും ചെയ്യാൻ ലോകത്തിന് കഴിയില്ല. പുടിൻ ഇല്ലാതെയാക്കപ്പെട്ടേക്കാം, അങ്ങനെയൊക്കെ നടന്നേക്കാം. റഷ്യൻ ജനത പുടിൻ ഇല്ലാതെയാക്കപ്പെടുമ്പോൾ ഞാൻ എൻ്റെ ഒരു സങ്കല്പം പറയാണ്, അങ്ങനെ ഉണ്ടാകാൻ വേണ്ടി പറയല്ല. ലോകത്തെ ഏതൊരു ഭരണാധികാരിയെയും നാളത്തെ പ്രഭാതത്തിൽ അമേരിക്ക പിടിച്ചു കൊണ്ടുപോയേക്കാം, ജനമധ്യത്തിലിട്ട് കൊലപ്പെടുത്തിയേക്കാം. താൽക്കാലികമായ ഒരു വാചക കസരത്തിന്റെ അമേരിക്കക്ക് നീതീകരിക്കാൻ കഴിയുന്ന ഒരു കോടതിയെ സ്ഥാപിച്ച് ശിക്ഷ വിധിക്കുകയും ജനമധ്യത്തിൽ പിറ്റേ ദിവസം തന്നെ ഗളച്ഛേദം ചെയ്യപ്പെടുകയോ മറ്റോ ചെയ്തേക്കാം. ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് അന്നും ഇന്നും കഴിയില്ല. ലോകത്തിന്റെ മുന്നിൽ എക്കാലത്തും പരമാധികാരി അമേരിക്കയും അമേരിക്കയെ പിന്തുണക്കുന്ന പാശ്ചാത്യ ശക്തികളുമാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഇവിടെ മർമ്മവും ഇവിടെ വിഷയവും. പക്ഷേ ഈ വിപ്ലവത്തെ ഇറാൻ അടിച്ചമർത്താൻ കഴിയാതെ വന്നേക്കാം. ഇറാന്റെ ഭരണാധികാരി ഒരു സന്ദർഭത്തിൽ റഷ്യയിലേക്കോ മറ്റോ നാട് വിട്ടേക്കാം. ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇങ്ങനെയൊക്കെ സംഭവിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അടിച്ചമർത്തിയാൽ പോലും ഇവിടെ ഇറാന്റെ ഭരണകൂടം താൽക്കാലികമായി രക്ഷപ്പെട്ടാൽ പോലും, സപ്പോസ് അങ്ങനെ സംഭവിക്കാം എങ്കിൽ പോലും ഒരിക്കലും ഈ ഭരണകൂടങ്ങൾക്കൊന്നും നിതാന്തമായി പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നത് സത്യമാണ്. അത് റഷ്യക്ക് പിടിച്ചെടുക്കാൻ കഴിയില്ല. റഷ്യ എന്ന് പറഞ്ഞാൽ അത് പാശ്ചാത്യ താല്പര്യങ്ങൾക്കെതിരെ നിൽക്കുന്ന ഒരു ഓർത്തഡോക്സ് ഭരണാധികാരിയാണ് യഥാർത്ഥത്തിൽ പുടിൻ. ഈ ഭരണാധികാരിക്ക് പിടിച്ചെടുക്കാൻ കഴിയില്ല. 100% പാശ്ചാത്യ താല്പര്യങ്ങളിലേക്ക് റഷ്യ വീഴാൻ തന്നെയാണ് സാധ്യത. നാളെ പുടിൻ അട്ടിമറിക്കപ്പെടുമെന്നല്ല ഞാൻ പറയുന്നത്, അട്ടിമറിക്കപ്പെടില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ പിടിച്ചെടുക്കാൻ കഴിയില്ല. കാരണം അമേരിക്കൻ താല്പര്യത്തിന് അപ്പുറം ഒന്നും ചെയ്യാൻ ഇന്നും ലോകത്ത് കഴിയില്ല. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 കൊല്ലം മുമ്പ് പറഞ്ഞു വെച്ച ഒരവസ്ഥയാണ്. ലോകം മുഴുവനും പാശ്ചാത്യ താല്പര്യങ്ങളിലേക്ക് വീഴും. ഇത് പുണ്യ റസൂൽ പറഞ്ഞതാണ്. എന്ന് ഹബീബാ നബി പറഞ്ഞല്ലേ, പുണ്യ റസൂൽ പറഞ്ഞാണ്. അതിൽ ആ പാശ്ചാത്യ രീതികളിലേക്ക് നിങ്ങൾ വീണിരിക്കും എന്നാണ് പറഞ്ഞതിന്റെ ഗൗരവമായ അതിന്റെ അടിത്തറയിലുള്ള ഉദ്ദേശം അതാണ്. അല്ലാതെ പൗരസ്ത്യ താല്പര്യങ്ങളല്ല. പൗരസ്ത്യതയെ പാശ്ചാത്യത മറികടക്കും. ലോകം മുഴുവനും പാശ്ചാത്യതയിലേക്ക് വീഴും, നിങ്ങളടക്കം വീഴും. അതിനെതിരെ നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ഇന്ന് ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ആ പാശ്ചാത്യതയുടെ ഒരു ഒഴുക്കാണ്. ആ ഒഴുക്കിനെ മറികടക്കാൻ ഒരു പരിധിക്കപ്പുറം ഒരു രാജ്യത്തിന് കഴിയില്ല. ഇറാന് കഴിയില്ല, ഒരു രാജ്യത്തിന് കഴിയില്ല, ആർക്കും കഴിയില്ല, ഒരാൾക്കും കഴിയില്ല, പുട്ടിന് കഴിയില്ല, ഒരു രാജ്യത്തിനും കഴിയില്ല. അതിന്റെ ആ ഒഴുക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ ഒഴുക്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും ചെയ്യാം. മുസ്ലിം രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് പലസ്തീൻ പ്രശ്നം. ഈ നിലക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു പക്ഷേ നാളെ വിദൂരമല്ലാത്തൊരു സമീപ ഭാവിയിൽ പലസ്തീൻ പ്രശ്നവും പരിഹരിക്കപ്പെട്ടേക്കാം, അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വിധേയമായി മാത്രം. അപ്പോൾ ലോകം മുഴുവനും അമേരിക്കയുടെ താല്പര്യത്തിന് വിധേയമായി
പലസ്തീൻ പ്രശ്നം പുഷ്പം പോലെ അവിടെ ഒരു തുള്ളി രക്തം വീഴാതെ എന്നേക്കുമായി എന്ന വിധത്തിൽ ആ പ്രശ്നം പരിഹരിക്കുമ്പോൾ ലോകം മുഴുവനും വീണ്ടും അമേരിക്കയെ വാഴ്ത്തും. പക്ഷെ എന്താ സംഭവിക്കുക? അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വിധേയമായി മാത്രമേ ലോകത്തൊരു ഒരു 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 മൂവ്മെന്റ് നടക്കുള്ളൂ. അതിനെതിരായി ഒന്നും നടക്കൂല. ഇപ്പൊ ഇറാന്റെ പ്രശ്നങ്ങൾ വളരെ പുഷ്പം പോലെ പരിഹരിക്കപ്പെട്ടേക്കാം. അമേരിക്കൻ താല്പര്യമുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരണം. അത് ഫലസ്തീനോ ഇറാനോ ഒന്നും മാത്രമല്ല, എവിടെയും അങ്ങനെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അമേരിക്ക ജയിച്ചു, അമേരിക്ക തോറ്റു. ഒരു യുദ്ധം നടക്കുമ്പോൾ അമേരിക്ക ജയിച്ചു, ഒരു യുദ്ധം നടക്കുമ്പോൾ അമേരിക്ക തോറ്റു. അതൊക്കെ സാങ്കേതികമായ പദപ്രയോഗങ്ങൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ അമേരിക്ക ജയിക്കൂ. ഉദാഹരണം പറയാം, 950 മുതൽ 53 വരെ നടന്നതാണ് കൊറിയൻ യുദ്ധം. ആരാണ് ആ യുദ്ധത്തിൽ ഇടപെട്ടത്? അമേരിക്ക. എന്നിട്ട് കൊറിയയെ അമേരിക്ക ഇടപെട്ട് കൊറിയൻ യുദ്ധത്തിൽ അമേരിക്ക ജയിക്കുകയും കൊറിയയെ രണ്ടാക്കുകയും നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും ആക്കി മാറ്റുകയും ചെയ്തു. അമേരിക്ക യുദ്ധത്തിൽ ജയിച്ചു. സൗത്ത് കൊറിയ ഇന്ന് അമേരിക്കൻ താല്പര്യമുള്ള രാജ്യമാണ്. അമേരിക്കൻ താല്പര്യം മാത്രമാണ് സൗത്ത് കൊറിയയിൽ നടപ്പിലാക്കുന്നത്. അമേരിക്ക ജയിച്ച രാജ്യമാണ് കൊറിയൻ യുദ്ധം. അമേരിക്കൻ താല്പര്യം ജയിച്ചു. അമേരിക്ക സൗത്ത് കൊറിയൻ നോർത്ത് കൊറിയൻ രണ്ടാക്കി. നോർത്ത് കൊറിയയിൽ നിന്ന് സൗത്ത് കൊറിയയെ അടർത്തി മാറ്റി സ്വയം രാഷ്ട്രമാക്കി, സംവിധാനങ്ങളാക്കി, അമേരിക്കൻ താല്പര്യങ്ങൾ നടപ്പിലാക്കി. അമേരിക്ക ജയിച്ചു. ശരി, 955 മുതൽ 975 വരെയുള്ള കാലഘട്ടങ്ങളിൽ നടന്ന യുദ്ധമാണ് വിയറ്റ്നാം യുദ്ധം. അമേരിക്ക അതിൽ തോറ്റു. ഹോച്ചിമിന്റെ നേതൃത്വത്തിൽ വിയറ്റ്നാം ശക്തമായി അടരാടി. എന്നിട്ട് 20 വർഷത്തെ നിതാന്തമായ യുദ്ധത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു അമേരിക്ക തോറ്റുപോയി. കൊറിയയിൽ അമേരിക്ക ജയിച്ചു, വിയറ്റ്നാമിൽ അമേരിക്ക തോറ്റു. 969 ഹോച്ചിമിന്റെ മരണം. ഈ കാലഘട്ടങ്ങളിലൊക്കെ, അതായത് വിപ്ലവത്തിലായി ജീവിച്ച് വിപ്ലവത്തിലായി മരിക്കാണ് ഹോച്ചിമിൻ. അമേരിക്കയുടെ പട്ടാളത്തെ തുരത്താൻ സത്യത്തിൽ ഹോച്ചിമിന്റെ ജനങ്ങൾക്ക് കഴിഞ്ഞു. അവിടെ വിയറ്റ്നാം പ്രത്യക്ഷത്തിൽ ജയിച്ചു, അല്ലെങ്കിൽ അമേരിക്ക തോറ്റതായി നടിച്ചു. അങ്ങനെയൊക്കെ അതിന് പറയാവുന്നതാണ് എന്തും. എന്നോട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ പട്ടാളത്തെ നിലനിർത്തേണ്ട ആവശ്യമൊന്നും അമേരിക്കക്കില്ല. തങ്ങളുടെ താല്പര്യങ്ങൾ ആ രാജ്യം ഏറ്റെടുത്തു എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു പട്ടാളക്കാരന്റെ പോലും ചോര നിലത്ത് വീഴാതെ അവരെ തിരിച്ചു കൊണ്ടുപോകൽ അമേരിക്കയുടെ മറ്റൊരു താല്പര്യമാണ്. പട്ടാളത്തെ തുരത്താനോ അല്ലെങ്കിൽ തുരത്തിന്ന് വരുത്താനോ ഹോച്ചിമിന്റെ സമൂഹത്തിന് കഴിഞ്ഞു എന്നത് പരമാർത്ഥമാണ്. പക്ഷെ അതിനുശേഷമുള്ള അമേരിക്കൻ താല്പര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിഞ്ഞില്ല. അത് 1400 കൊല്ലം മുമ്പ് പുണ്യ റസൂൽ പറഞ്ഞതാണ്. ഈ അമേരിക്കയുടെയും ഈ ബ്രിട്ടന്റെയും പാശ്ചാത്യ ശക്തികളുടെയും താല്പര്യത്തിലേക്ക് മനുഷ്യരാശി ഒന്നടങ്കം വീഴും. ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഒരു ഓർത്തഡോക്സിനും ചെയ്യാൻ കഴിയില്ല. അത് വിയറ്റ്നാമിന് കഴിയില്ല, ചൈനക്ക് കഴിയില്ല, റഷ്യക്ക് കഴിയില്ല. അത് പുണ്യ റസൂൽ പറഞ്ഞ ഒരു ഒഴുക്കാണ്. ഈ ഒഴുക്കിൽ അത് അവർക്ക് വേണ്ടി അവരുടെ സാങ്കേതികമായി അവരുടെ നിലപാട് മറ്റൊന്നാണെന്ന് പറയാം. സാങ്കേതികമായ നിലപാട് സോഷ്യലിസ്റ്റ് നിലപാടാണെന്ന് പറഞ്ഞേക്കാം. പക്ഷെ അമേരിക്കൻ കോർപ്പറേറ്റ് താല്പര്യത്തിന് വിരുദ്ധമായി നിൽക്കാൻ അവർക്കൊന്നും ഇന്നത്തെ സാഹചര്യത്തിൽ കഴിയുകയേയില്ല. അമേരിക്കയുടെ താല്പര്യം മാത്രം നടന്നു പോകും. എവിടെയും ഏത് രാജ്യത്തും ഏത് സൊസൈറ്റിയിലും അമേരിക്കയുടെ താല്പര്യം മാത്രമേ നടന്നു പോകൂ. ഇത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു രീതിയാണ്. ഈ കാലഘട്ടത്തിൻ്റെ ഒരു രീതി ഇപ്രകാരമായിരിക്കും. അത് ഇമാം മഹ്ദി വരുന്നത് വരെയും അങ്ങനെയായിരിക്കും. അതിനെതിരായ ഒരു കാര്യം ചെയ്യാൻ ഇന്ന് ലോകത്തിന് കഴിയില്ല. ഇപ്പൊ 400 തവണ രാജ്യങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിച്ചു അമേരിക്ക. മറ്റുള്ള രാജ്യങ്ങൾ എന്താണ് ശ്രമിക്കാത്തത്? മറ്റു ചില രാജ്യങ്ങൾ അത് ശ്രമിക്കുന്നില്ല. എന്തുകൊണ്ട്? അത് അമേരിക്കൻ താല്പര്യത്തിന് ഉള്ളിലാണ്. അമേരിക്കൻ താല്പര്യത്തിന് ഉള്ളിലുള്ളവരെ അമേരിക്ക നിലനിർത്തും. അമേരിക്കൻ താല്പര്യത്തിന് വിരുദ്ധമായതിനെ അമേരിക്ക ഇല്ലാതെയാക്കും. ഇത് അമേരിക്ക എന്നതും അല്ല പ്രശ്നം. നീ ഇവിടെ മനസ്സിലാക്കേണ്ടത് അമേരിക്ക എന്നാണോ? അല്ല, ഇത് വെസ്റ്റേൺ സിവിലൈസേഷനാണ്. റഷ്യൻ ജനതയ്ക്ക് റഷ്യൻ ഭരണകൂടത്തിന് ഇവിടെ പിടിച്ചേക്കാൻ കഴിയില്ല എന്നത് സത്യമാണ്. എന്തുകൊണ്ട്? പാശ്ചാത്യമായ പല രീതികളും റഷ്യയിൽ വിരുദ്ധമാണ്, നിരോധിക്കപ്പെട്ടതാണ്. ഉദാഹരണം പറയാം, സ്വവർഗ പ്രേമങ്ങൾ, സ്വവർഗ വിവാഹങ്ങൾ, ഇത്തരം കാര്യം ഒരു കാരണവശാലും റഷ്യയിൽ നടക്കില്ല. റഷ്യ കൃത്യമായി ഒരു ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റി ഭരിക്കുന്ന രാജ്യമാണ്. പുടിൻ ഒരു ഓർത്തഡോക്സ് ക്രിസ്ത്യാനിയാണ്.
അതുകൊണ്ട് സ്വർഗ വിവാഹങ്ങൾ, സ്വർഗരതി, സ്വർഗ വിവാഹം ഒരിക്കലും റഷ്യയിൽ നടക്കൂല. അതേ സമയത്ത് ഇപ്പുറത്തോ യൂറോപ്പിന്റെ സംബന്ധിച്ചിടത്തോളം യൂറോപ്പിൽ സ്വർഗ വിവാഹത്തെ അംഗീകരിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് ചർച്ചകളെ പോലും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണം, ഒരാണും ആണും ആവാൻ വേണ്ടി വന്നാൽ ചർച്ച അത് അംഗീകരിക്കും. ഒരു പെണ്ണും പെണ്ണിന്റെയും വിവാഹം അംഗീകരിക്കുന്ന അവസ്ഥയിലേക്ക് യൂറോപ്പ് മാറി. അത് റഷ്യ അംഗീകരിക്കൂല. അതുകൊണ്ട് റഷ്യക്ക് ഇവിടെ പിടിച്ചിക്കാൻ കഴിയില്ല. വളരെ പെട്ടെന്ന് ഈ വിഷയത്തിൽ റഷ്യയെ യൂറോപ്പ് കീഴടക്കുക തന്നെ ചെയ്യും. വല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഉദാഹരണം പറയാ, ഇപ്പൊ ഇറാനിലെ മെറ്റൽ മ്യൂസിക്കും റോക്ക് മ്യൂസിക് അടക്കമുള്ള പാശ്ചാത്യൻ മ്യൂസിക്കുകൾ, യൂറോപ്പിന്റെ സിനിമകൾ അതെല്ലാം കൃത്യമായി ബാൻ ചെയ്യപ്പെട്ട ഒരു രാജ്യമാണ് ഇറാനിലെ മെറ്റൽ മ്യൂസിക്, റോക്ക് മ്യൂസിക്, പടിഞ്ഞാറിന്റെ ഇന്നത്തെ സിനിമകൾ, പുതിയ കാലത്തെ പടിഞ്ഞാറൻ യൂറോപ്യൻ സിനിമകൾ, അതൊന്നും ഇറാനിൽ ലഭിക്കൂല. ഇറാൻ അത് ബാൻ ചെയ്യപ്പെട്ടതാണ്. അങ്ങനെയുള്ള ചില സോഷ്യൽ മീഡിയ രീതികൾ ഒക്കെ ഇറാൻ അതിനെല്ലാം നിരോധിച്ചിട്ടുണ്ട്. അതേ സമയത്ത് അമേരിക്കൻ താല്പര്യത്തിൽ നിലകൊള്ളുന്ന മറ്റ് അറബ് രാജ്യങ്ങൾ, ഒരു പ്രത്യേക രാജ്യമെന്ന് ഞാൻ പറയുന്നില്ല, ഏത് രാജ്യം എടുത്താലും ആ രാജ്യങ്ങളിലെല്ലാം അവിടെ ഒരു വിപ്ലവമല്ല, ഒരു പ്രശ്നമല്ല. എന്തുകൊണ്ട്? യൂറോപ്പിനെ അങ്ങനെ തന്നെ അവർ സ്വീകരിച്ചിട്ടുണ്ട്. യൂറോപ്പിന്റെ കല, യൂറോപ്പിന്റെ സംസ്കാരം, യൂറോപ്പിന്റെ മ്യൂസിക്, യൂറോപ്പിന്റെ മറ്റു രീതികൾ, എന്തൊക്കെ യൂറോപ്പിൽ ഉണ്ടായാലും അത് അപ്പടി തന്നെ നാടിൽ വരുന്നതിന് ഒരു പ്രശ്നമില്ലാത്ത രാജ്യങ്ങളിൽ അങ്ങനെ തന്നെ ആ സംസ്കാരം അങ്ങനെ തന്നെ ചേർക്കാൻ ഒരു മടിയുമില്ലാത്ത രാജ്യങ്ങളിൽ ഒരു പ്രശ്നമില്ലാതെ കാര്യങ്ങൾ നിലനിൽക്കുന്നു. അപ്പോൾ പ്രശ്നം അടിസ്ഥാനപരമായി പാശ്ചാത്യതയുടെ ഒഴുക്കാണ്. ആ ഒഴുക്കിനെ പ്രതിരോധിക്കാൻ ഓർത്തഡോക്സ് ക്രിസ്ത്യാനിക്ക് കഴിയില്ല, ഓർത്തഡോക്സ് ഹിന്ദുവിന് കഴിയില്ല, ഓർത്തഡോക്സ് മുസ്ലിമിന് കഴിയില്ല, മുസ്ലിങ്ങൾക്കും രാജ്യങ്ങൾക്കും ഒന്നും കഴിയില്ല. അങ്ങനെ രാജ്യം ഉണ്ടെങ്കിലും ഓർത്തഡോക്സ് മുസ്ലിം രാജ്യം എന്ന രാജ്യം ഇന്ന് ലോകത്തില്ല. ഇനി അങ്ങനെ ഏതെങ്കിലും കാലത്ത് ഉണ്ടായി വന്നാൽ ഇന്ത്യക്ക് കഴിയില്ല, ചൈനക്ക് കഴിയും, ഒന്നും കഴിയില്ല. ഓർത്തഡോക്സ് രാജ്യങ്ങൾക്കൊന്നും ആ പടിഞ്ഞാറിന്റെ അതേ സംസ്കാരങ്ങളിലേക്ക് വീഴാതെ ഒരിക്കലും നിലനിൽക്കാനേ കഴിയില്ല. അവിടെ സത്യത്തിൽ ജയിക്കുന്നത് അമേരിക്കയും അല്ല, ഇതൊരു പടിഞ്ഞാറൻ സംസ്കാരമാണ്. ആ പടിഞ്ഞാറൻ സംസ്കാരത്തിന്റെ ആധിപത്യം ലോകത്താകെ വരുമെന്ന് പുണ്യ റസൂൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഈ കുത്തൊഴുക്കിനെ നിഷേധിക്കാനോ നിരാകരിക്കാനോ ഇല്ലാതെയാക്കാനോ നമുക്ക് ഒരിക്കലും കഴിയില്ല. അപ്പൊ നമ്മൾക്ക് എന്താ ചെയ്യാനുള്ളത്? പുതിയതായി ഒന്നും ചെയ്യാതിരിക്കുക എന്നത് ചെയ്യുക. പുതിയതായി എന്ത് ചെയ്താലും അത് ആ പടിഞ്ഞാറൻ രീതിയിലേക്ക് വീഴും. പഴയതിനെ നിലനിർത്താൻ തന്നെ നമ്മൾ കഷ്ടപ്പെടും, പലപ്പോഴും കഷ്ടപ്പെടും. പഴയതിനെ നിലനിർത്താൻ നമുക്ക് കഴിയാത്തത്ര രീതിയിലേക്ക് നമ്മൾ വളരെ ബുദ്ധിമുട്ടും. ഇത് നടക്കുന്ന ഒരു സത്യമാണ്. ഇനി ഇതിന് അരുതേന്ന് പറഞ്ഞാൽ ആ ആൾ ഇല്ലാതെയാക്കപ്പെടും. മസിൽ പിടിച്ച ആരും നിലനിൽക്കൂല. അതേ സമയത്ത് ഒരാൾ വരും, ആ ആൾക്ക് അരുതേന്ന് പറയാനും കഴിയും, ഒരു സെക്കൻഡ് കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയും. ആ ആൾക്കല്ലാതെ നിലവിലുള്ള സംവിധാനങ്ങളെയോ രീതികളെയോ മാറ്റിപ്പണിയാൻ കഴിയില്ല. അതുകൊണ്ട് മുസ്ലിം ഭരണാധികാരികളായാലും മുസ്ലിം വീടുകളിലെ ഉമ്മമാരായാലും അതേപോലെ തന്നെ സംഘടനാധികാരികളും നേതാക്കളും പണ്ഡിതന്മാരും ആത്മീയ ഗുരുക്കന്മാരും ആരുമായാലും പുതിയതായി ഒന്നും ചെയ്യാനില്ല എന്നത് ചെയ്യുക. പഴയതിനെ കഷ്ടപ്പെട്ടും അത് അതിൻ്റെ കൃത്യതയിലും നിലനിർത്താൻ പരമാവധി ശ്രമിക്കുക. എന്നാലും ബുദ്ധിമുട്ടും. ഇതൊരു പ്രത്യേക കാലഘട്ടമാണെന്ന് ഉണരുക. അത് മാത്രമാണ് ഇറാനിൽ നടക്കുന്നത്, അത് തന്നെയാണ് വെനീസലയിൽ നടന്നത്. ഇനി ലോകത്തെ ഏത് കോണിൽ നടന്നാലും ഇത് തന്നെയാണ് നടക്കാനുള്ളത്. അമേരിക്കൻ താല്പര്യങ്ങൾ പാശ്ചാത്യൻ താല്പര്യങ്ങൾ നടപ്പിലാക്കപ്പെടും. ഇല്ലേ, ആ രാജ്യങ്ങൾ ഇല്ലാതെയാക്കപ്പെടും. ആ രാജ്യങ്ങൾ ഭരണാധികാരികൾ ഒരുപക്ഷെ പിടിച്ചോണ്ടു, അല്ലെങ്കിൽ ആ ഭരണാധികാരികൾ ഗത്യന്തരല്ലാതെ നാണയപ്പെരുപ്പം, കഷ്ടപ്പാടുകൾ, ഉപരോധങ്ങൾ കാരണം വരുന്ന ബുദ്ധിമുട്ടുകൾ സഹിക്കാൻ കഴിയാതെ ഒരു നിമിഷത്തിൽ ഒരു പ്രഭാതത്തിൽ പെട്ടെന്ന് നാടുവിടും. ഒരു പുലർച്ചയോ മറ്റോ നമ്മൾ ആ ഭരണാധികാരിയെ കാണാനില്ലാതെ കേൾക്കും. എന്തുകൊണ്ട് പിടിച്ചിക്കാൻ കഴിയില്ല? അപ്പൊ ലോകത്ത് ഇതുവരെ നടന്നതും ഇപ്പോൾ നടക്കുന്നതും ഇനി നടക്കാനുള്ളതും ഇമാം മഹ്ദി വരെ നടക്കാനുള്ളതുമെല്ലാം ഒരൊറ്റ പാശ്ചാത്യൻ സംസ്കാരത്തിന്റെ തനിയാവർത്തനം മാത്രമാണ്.
ഇതിനാണ് റൈസ് ഓഫ് വെസ്റ്റേണിസം, ദി റൈസ് ഓഫ് വെസ്റ്റേൺ സിവിലൈസേഷൻ എന്ന് ഞാൻ പലതവണ സമൂഹത്തോട് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു ബോധം ഉൾക്കൊണ്ട് കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും അനുഗ്രഹം ചൊരിയട്ടെ. എല്ലാവർക്കും നന്ദി. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.